PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് വൻകരകളും സമുദ്രങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ബേസിക് മുതൽ തന്നെ പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ഗ്ലോബിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുഞ്ഞു പിള്ളേരുടെ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നീല നിറത്തിൽ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നീല നിറം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഗ്ലോബിൽ നീല നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ജലം അല്ലെ, ജലഭാഗങ്ങളാണ്. അപ്പോൾ ഈ വിശാലമായ ജലഭാഗങ്ങളെ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നു അല്ലേ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും നമുക്ക് ബേസിക് മുതൽ പഠിച്ചു പോകാം. അപ്പോഴാണ് നമുക്ക് ഏത് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായാലും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. ഈ വിശാലമായ ജലഭാഗങ്ങളെ സമുദ്രങ്ങൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 2/3 ഭാഗം എന്താണ്? സമുദ്രങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 2/3 ഭാഗവും സമുദ്രങ്ങളാണ്. ഇനി മറ്റ് നിറങ്ങൾ, അതായത് സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെയാണ് എന്ന് പറയുന്നത് വൻകരകൾ എന്ന് പറയുന്നത്. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ വൻകരകളാണ് കാണാനായിട്ട് കഴിയുക? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ അല്ലെ. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഇതാണ് നമുക്ക് വൻകരകൾ എന്നുള്ളത് അറിയാം. ഇനി ഓരോ വൻകരയുടെയും സവിശേഷതകളാണ് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കുക, ആദ്യം തന്നെ ഏഷ്യയുടെ പിക്ചർ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിൽ ഒരു അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഏഷ്യ ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ അല്ലെ. ഏറ്റവും വലിയ വൻകര ഏതാണ്? ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഏഷ്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഏഷ്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന വൻകര കൂടിയാണ് ഏഷ്യ. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ വൻകരയാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. നമുക്കറിയാം അല്ലേ, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് എവിടെയാണ്? ഏഷ്യയിലാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഏഷ്യ എന്ന് പറയുന്ന വൻകരയെക്കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്.
ഇനി നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. നമ്മൾ വൻകരയെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൻകരയിലാണ്? ഏഷ്യയിലാണ്. ഇനി തലയുയർത്തി ഹിമാലയം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഏത്? ഹിമാലയം. ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? ഹിമാലയത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളിലും സ്ഥിരമായി മഞ്ഞു മൂടി കിടക്കുന്നതിനാലാണ് ഇതിനെ ഹിമാലയം, ഹിമം എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞാണ്. അപ്പോൾ മഞ്ഞാൽ മൂടപ്പെട്ടത്, അപ്പോൾ അതാണ് ഹിമാലയം എന്ന പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹിമാലയത്തെക്കുറിച്ച് അത്രയും ഓർത്തിരിക്കാം. ഏഷ്യ വൻകരയിലെ പ്രധാനപ്പെട്ട സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ചിത്രങ്ങൾ, അത് അവർക്ക് കൊടുക്കുന്ന വർക്കാണ്, അത് നമുക്ക് ആവശ്യമില്ല. ഇനി അപ്പോൾ ഏഷ്യ വൻകരയെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ആഫ്രിക്കയെക്കുറിച്ചാണ്. ഓക്കെ, ആഫ്രിക്കയുടെ അതേ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ആദ്യത്തെ ആൾ ആരാണ്? ഏഷ്യയാണ്. 2ാം സ്ഥാനം ആഫ്രിക്കയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏഷ്യ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആഫ്രിക്ക എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആളാണ് ആഫ്രിക്ക. ജനവാസത്തിൽ 2ാം സ്ഥാനം. ഓക്കെ, ജനവാസത്തിൽ 2ാം സ്ഥാനം. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. അതുകൊണ്ട് കൃഷി എന്താണ്? വളരെ കുറവാണ്. ഓക്കെ, നമുക്കറിയുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള സഹാറ എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? സഹാറയാണ്. സഹാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു. ഓക്കെ, ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈൽ നദിയാണ്. നൈൽ നദി ഒഴുകുന്നത് ഏത് വൻകരയിലൂടെയാണ്? ആഫ്രിക്ക വൻകരയിലൂടെ ഒഴുകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള സഹാറ ആഫ്രിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ആഫ്രിക്ക വൻകരയിലെ പ്രധാനപ്പെട്ട ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ചിത്രങ്ങൾ, അതും അവരുടെ വർക്കാണ്, അത് നമുക്ക് വേണ്ട. ഇവിടെ ഒന്നാമനായി നൈൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, ആഫ്രിക്കയുടെ വടക്കുകിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓക്കെ, ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകുന്ന നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏകദേശം 6850 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, 6850 കിലോമീറ്ററോളം നീളമുള്ള നദിയെ, നൈൽ നദിയെ അന്താരാഷ്ട്ര നദി എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? ഈ നദി ആഫ്രിക്ക വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. ഓക്കെ, ആഫ്രിക്ക വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട്. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കുന്നത് നൈൽ നദിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ആഫ്രിക്കയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് വടക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? വടക്കേ അമേരിക്ക. അതേവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ആര്? വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ, അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിന്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഇവിടെയുണ്ട്. ലോകത്തെ ലഭ്യമായിട്ടുള്ള ഉപരിതല ശുദ്ധജലത്തിന്റെ 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ എവിടെയുണ്ട്? വടക്കേ അമേരിക്കയിലുണ്ട്. മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എക്സിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. വടക്കേ അമേരിക്കയിലെ പ്രത്യേകതയാണ് എക്സിമോകൾ. എക്സിമോകൾ കാണപ്പെടുന്നത് ഏത് വൻകരയിലാണ് എന്ന് ചോദിക്കാം. വടക്കേ അമേരിക്കയിലാണ്. ഓക്കെ, ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എക്സിമോകൾ കാണപ്പെടുന്നത്. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഓക്കെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്ക വൻകരയിലെ പ്രധാനപ്പെട്ട ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും, അത് നമുക്ക് വേണ്ട. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. മഞ്ഞ് കൊണ്ട് വീടുകൾ,
നമ്മൾ പറഞ്ഞു എക്സിമോകൾ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എക്സിമോകൾ തണുപ്പുകാലത്ത് താൽക്കാലികമായിട്ട് മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഇതിനെയാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇഗ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? എക്സിമോകൾ തണുപ്പ് സമയത്ത് ഉണ്ടാക്കുന്ന മഞ്ഞുകട്ടകൾ കൊണ്ടുണ്ടാവുന്ന താൽക്കാലികമായിട്ടുള്ള വീടുകളെയാണ് ഇഗ്ലൂ എന്ന് അറിയപ്പെടുന്നത്. ഇനി പഞ്ചമഹാ തടാകങ്ങൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഓൺടാരിയോ എന്നിവയാണ് പഞ്ചമഹാ തടാകങ്ങൾ. പഞ്ചമഹാ തടാകങ്ങൾ നമുക്ക് ശുദ്ധജലം തരുന്നതിൻ്റെ 21% വരുന്ന പഞ്ചമഹാ തടാകങ്ങൾ ഇവിടെയാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ പഞ്ചമഹാ തടാകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഓൺടാരിയോ ഇതൊക്കെയാണ് പഞ്ചമഹാ തടാകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വടക്കേ അമേരിക്ക കഴിഞ്ഞു. അടുത്തത് തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയുടെ പിക്ചർ ഉണ്ടല്ലോ. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് തെക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. വലുപ്പത്തിൽ 4ാം സ്ഥാനത്താണ്. മൗണ്ട് അക്കോങ്കുവ അതാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഇവിടെയുള്ള ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? മൗണ്ട് അക്കോങ്കുവയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ നദിയായിട്ടുള്ള നൈൽ നദി എവിടെയാണെന്ന് പറഞ്ഞു? ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലൂടെയാണ് ഒഴുകുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്നതാണ് ആമസോൺ നദി. അതെവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ഓക്കെ, ആമസോൺ നദി ഏത് വൻകരയിലാണ്? തെക്കേ അമേരിക്കയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന നദി ഏതാണ്? ആമസോൺ നദിയാണ്. തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്തുള്ള ആമസോൺ നദീതടങ്ങളിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലാണ്. ഓക്കെ, കന്നുകാലി വളർത്തൽ. ഇനി നദിയിൽ ഉറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് നോക്കാം. നദിയിൽ ഇറങ്ങല്ലേ. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന എന്ന് പറയുന്നത്. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് എന്ത്? പിരാന. മറ്റു മത്സ്യങ്ങളെയും നദിയിലിറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും. അതുകൊണ്ടാണ് നദിയിൽ ഇറങ്ങല്ലേ എന്ന് പറയുന്നത്. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഫിഷാണ് ഇത് പിരാന എന്ന് പറയുന്നത്. അടുത്തത് മരച്ചീനി നോക്കാം. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. ഓക്കെ, മരച്ചീനിയുടെ ജന്മദേശം എവിടെയാണ്? തെക്കേ അമേരിക്കയാണ്. ഇതുപോലെ നമുക്ക് പരിചയമുള്ള പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തെക്കേ അമേരിക്കയുടെ കാര്യങ്ങൾ. ഇനി അന്റാർട്ടിക്ക നോക്കുക. വലുപ്പത്തിൽ 5ാം സ്ഥാനത്താണ് ആര്? അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഏതാണ്? അന്റാർട്ടിക്കയാണ്. വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്നത് കൊണ്ട് എന്താണ് അറിയപ്പെടുന്നത്? വെളുത്ത ഭൂഖണ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. സ്ഥിരമായ ജനവാസമില്ല. ഓക്കെ, സ്ഥിരമായിട്ടുള്ള ജനവാസമില്ല. അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പര്യവേഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഓക്കെ, ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മൈത്രി, ഭാരതി എന്നിവയാണ്. ഇനി ഇവിടെ നോക്കുക, ദക്ഷിണ ഗംഗോത്രി PO. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായിട്ടുള്ള ദക്ഷിണ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ദക്ഷിണ ഗംഗോത്രിയാണ്. 1983 ഇന്ത്യ അവിടെ ഒരു തപാൽ ഓഫീസ് തുറക്കുന്നത്. ഓക്കെ, അടുത്തത് യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. വലുപ്പത്തിൽ 6ാം സ്ഥാനത്താണ്. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. അപ്പോൾ യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന എന്താണ്? യുറാൽ പർവ്വതനിരയാണ്. യുറാൽ പർവ്വതനിരയാണ്. ജനസംഖ്യയിൽ 3ാം സ്ഥാനത്താണ് യൂറോപ്പ്. ജനസംഖ്യയിൽ 3ാം സ്ഥാനത്താണ് യൂറോപ്പ്.
യൂറോപ്പിൻ്റെ തെക്കുഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്കുഭാഗത്ത് അതികഠിനമായിട്ടുള്ള തണുപ്പാണ്. യൂറോപ്പിൻ്റെ തെക്കുഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണെങ്കിൽ വടക്കുഭാഗത്ത് എന്താണ്? അതികഠിനമായ തണുപ്പാണ്. വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പാതിരാസൂര്യൻ്റെ നാട് നോർവേ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന, ആർട്ടിക് വൃത്തം എന്ന് പറയുമ്പോൾ 66.5 ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷങ്ങളിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകം വായിക്കുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? എസ്.കെ. പൊറ്റക്കാടിൻ്റേതാണ്. നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. എവിടെ? ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ വൻകരയാണ്. ഏറ്റവും വലുത് ഏഷ്യ ആണെന്ന് പറഞ്ഞു. ഏറ്റവും ചെറുത് ഏതാണ്? ഓസ്ട്രേലിയ ആണ്. ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, വൻകര ദ്വീപ്, പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് വൻകര ദ്വീപ് എന്നാണ് പറയുന്നത്. മുട്ടയിടുന്ന സസ്തനിയായിട്ടുള്ള പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന ജീവികളാണ് പ്ലാറ്റിപ്പസ്, മുട്ടയിടുന്ന സസ്തനിയായിട്ടുള്ള പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയത്. ഗോതമ്പ് കൃഷി ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ്. ഇനി ഇവിടെ ദ്വീപുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് എന്ത്? ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഗ്രീൻലാൻഡ് ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്താണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളെയാണ് എന്തെന്ന് പറയാം? ദ്വീപുകൾ എന്ന് പറയാം. ഇനി തുകൽ സഞ്ചിയിലെ കുഞ്ഞ്. ശരീരത്തിന് വെളിയിൽ ഒരു തുകൽ സഞ്ചി, അതിനുള്ളിൽ ഒരു കുഞ്ഞ്. ഈ മൃഗം ഏതാണ്? നമുക്കറിയാം അല്ലേ. ഓസ്ട്രേലിയയിൽ കാണുന്ന കങ്കാരു എന്ന ഈ മൃഗത്തിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകാനുള്ള കഴിവുണ്ട്. കങ്കാരുവിനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത്? നമ്മുടെ വൻകരകൾ. അപ്പോൾ ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, വൻകരകൾ, അതിൻ്റെ പ്രധാന പർവ്വതങ്ങൾ, മരുഭൂമികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. ഇനി സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗ്ലോബിൻ്റെയോ സൺക്ലോക്ക്, മാർബിൾ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടി. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുക്കുന്ന എന്താണ്? വർക്കുകളാണ്. നമ്മളിനി സമുദ്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എന്ത്? ലോക സമുദ്രം, മഹാസമുദ്രം എന്ന് പറയുന്നത്. അതായത് പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടെ പറയുന്ന പേരാണ് എന്ത്? ലോക മഹാസമുദ്രം. ഓക്കെ, ലോക മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോക മഹാസമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് പസഫിക് സമുദ്രം. ഓക്കെ, പസഫിക് സമുദ്രത്തെക്കുറിച്ചാണ് പറയുന്നത്. വലുപ്പത്തിൽ 1-ാം സ്ഥാനമാണ് പസഫിക് സമുദ്രം. ഓക്കെ, വലുപ്പത്തിൽ ലോകമഹാസമുദ്രങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? വലുപ്പത്തിൽ പസഫിക് സമുദ്രമാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രമാണ്. ഇനി പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഓക്കെ, പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രം ധാതു സമ്പന്നമാണ്. ഇവിടെ പസഫിക് സമുദ്രത്തിന് വലുപ്പം കൊടുത്തിട്ടുണ്ട്. പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗത്തോളം വരും.
എല്ലാ വൻകരകളും ചേർന്നാലുള്ള ആകെ വലുപ്പത്തേക്കാൾ കൂടുതലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വലുപ്പത്തിൽ ഒന്നാം സ്ഥാനം പസഫിക് സമുദ്രമാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തമായിട്ടുള്ള ചലഞ്ചർ ഗർത്തം ഓക്കെ എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് പസഫിക് സമുദ്രം കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രമാണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണം ഉണ്ട്. ഓക്കെ, അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം. ദെൻ ഇന്ത്യൻ മഹാസമുദ്രത്തെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വലുപ്പത്തിൽ 3ാം സ്ഥാനമുള്ള ഈ സമുദ്രത്തിന് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷണമുണ്ട്. ഓക്കെ, വലുപ്പത്തിൽ 3ാം സ്ഥാനമാണ് ഉള്ളത് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഇതിന് രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു, ഇന്ത്യയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമുദ്രമാണ് അല്ലേ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷണം ആർക്കുണ്ട്? ഇന്ത്യൻ മഹാസമുദ്രത്തിനുണ്ട്. ഇതിൻ്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. ഇനി ഇവിടെ നോക്കുക, പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പൊളിപ്പുകൾ. ഓക്കെ, കോറൽ പൊളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ. അപ്പോൾ എങ്ങനെയാണ് പവിഴപ്പുറ്റുകൾ ഉണ്ടാകുന്നത്? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹത്തിൽ അധികവും പവിഴദ്വീപുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പവിഴപ്പുറ്റുകൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി അന്റാർട്ടിക് സമുദ്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്റാർട്ടിക് വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണേത്? അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിന്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ധാരാളം മത്സ്യസമ്പത്തും ഈ സമുദ്രത്തിലുണ്ട്. അടുത്തത് ആർട്ടിക് സമുദ്രം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണേത്? ആർട്ടിക് സമുദ്രം. ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഈ സമുദ്രം വർഷത്തിൽ 6 മാസത്തിലേറെ കാലവും മഞ്ഞുമൂടി കിടക്കുന്നു. അതുപോലെ നാം അധിവസിക്കുന്ന ഭൂമി എത്ര വിസ്തൃതവും വൈവിധ്യമാർന്നതുമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആർട്ടിക് സമുദ്രത്തെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. 6 മാസത്തിലേറെ കാലം മഞ്ഞുമൂടി കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. വൻകരകളെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് സമുദ്രങ്ങളെക്കുറിച്ച് അല്ലെ, ലോകമഹാസമുദ്രങ്ങളെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്.